തിരുവനന്തപുരം മുരുക്കുംപുഴ സ്വദേശിയാണ് വിജി. ദൈവിക വിടുതൽ സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ വിജിക്ക് പറയുവാനുള്ളത്, ഏതു രോഗത്തിന്റെ പ്രതിസന്ധിയിലും രോഗവിമുക്തി നൽകുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയെക്കുറിച്ചാണ്. ഈ ജനുവരി 1 തന്നെ എനിക്ക് കർത്താവിനൊരു സാക്ഷ്യം ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ദൈവം ഇടയാക്കിയ നല്ലൊരു അവസരത്തിന് ആ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ ഹിന്ദു പശ്ചാത്തലത്തിൽ നിന്ന് ഈ ദൈവവിശ്വാസത്തിലേക്ക് വന്നതാണ്. കർത്താവിനെ എൻ്റെ കുഞ്ഞുനാൾ മുതലേ അറിയുവാനിടയായി. എനിക്ക് മാതാവ്, ഒരു സഹോദരനുമുണ്ട്. പിതാവ് മരണപ്പെട്ടു പോയി. എന്നാൽ ഞങ്ങൾ അനേക നാളുകൾ ഈ ദൈവത്തിന് വേണ്ടി നിൽക്കുകയും കർത്താവിനെ ആരാധിക്കുകയും ചെയ്ത് പോകുന്ന വേളയിൽ ഒരുപാട് പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. അതിൽ 2006 എൻ്റെ അമ്മയ്ക്ക് ഒരു രോഗം ബാധിക്കപ്പെട്ടു. തലയിൽ ചെറിയ പ്രയാസം കാരണം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ സ്കാൻ ചെയ്തപ്പോൾ ബ്രെയിൻ ട്യൂമറാണെന്നറിഞ്ഞ് അത് ഡോക്ടർമാർ അത് നോക്കിയിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഓപ്പറേഷൻ ചെയ്യേണ്ട, തലച്ചോറിൽ ബാധിച്ച ഈ ട്യൂമർ തലയുടെ എല്ലാ ഭാഗങ്ങളിലും അതിൻ്റെ വേരോടി എല്ലാ സ്ഥലത്തും മുഴ ബാധിച്ച് അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മരണപ്പെടുമെന്ന് പറഞ്ഞു. എന്നാൽ അമ്മയ്ക്ക് ദൈവത്തിൽ ഭയങ്കരമായൊരു വിശ്വാസമായിരുന്നു. ഞങ്ങൾ ഒരു 15 ദിവസം വരെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. ഞങ്ങളുടെ അവസ്ഥകൾ വളരെ ദയനീയമായിരുന്നു. ഞങ്ങളെ സഹായിക്കാനൊന്നും ആരുമില്ലായിരുന്നു. എനിക്കിത്രയും പ്രായമായില്ല. അന്ന് എൻ്റെ വിവാഹം കഴിഞ്ഞില്ല. അന്ന് അമ്മയെ ചികിത്സിച്ച ഡോക്ടർ രാജു മോഹൻ സാറാണ്. സാറ് ഞങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് പറഞ്ഞ്, ഓപ്പറേഷൻ ചെയ്യേണ്ട, മകളുടെ കാര്യങ്ങൾ എന്തെങ്കിലും നടക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു 2 വർഷം വരെ ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങളെ 15 ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിട്ട്. എന്നാൽ എൻ്റെ അമ്മയ്ക്ക് അത് താങ്ങാൻ പറ്റിയില്ല. കാരണം അത്രമാത്രം വേദനയായിരുന്നു. തല ഫുള്ളും മുഴയായിരുന്നു, തലയുടെ എല്ലാ വശത്തും. അതുപോലെ രോഗം ബാധിച്ച് കണ്ണിൻ്റെ ഒരു സൈഡ് ചെറുതായി വന്ന് പിന്നെ ചിറി കോടി, അങ്ങനെ കുറേ കാര്യങ്ങൾ അമ്മയ്ക്കുണ്ടായി. ഒരു വശം തളർന്നു പോകുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോൾ അമ്മ ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് അമ്മ പറഞ്ഞ്, ഞാൻ മരിക്കത്തില്ല, എന്തായാലും എനിക്ക് ഓപ്പറേഷൻ ചെയ്തേ പറ്റത്തുള്ളൂ, കാരണം എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ രണ്ടാമത് അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച്. അപ്പോൾ ഡോക്ടർമാർ 2 കാര്യം പറഞ്ഞു, ഒന്നുകിൽ മരണപ്പെടും അല്ലെങ്കിൽ കോമ സ്റ്റേജിലാവും. കാരണം ഒരു വശം തളർന്ന് സംസാരശേഷി നഷ്ടമായി ആ ഒരവസ്ഥയിൽ പോകും. ജീവിതകാലം മുഴുവനും മകൾക്ക്, എന്നോട് പറഞ്ഞതാണ്, മകൾക്ക് അമ്മയെ നോക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ച്. അമ്മയ്ക്ക് ഒട്ടും പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണെന്ന് വെച്ചാൽ വേദന അത്ര സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഓപ്പറേഷൻ ചെയ്തത്. അനേകരോട് ഞങ്ങൾ പ്രാർത്ഥന അപേക്ഷിച്ചു, അനേകർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, നോർമലായിട്ട് തന്നെ ആ ഓപ്പറേഷൻ നന്നായി സക്സസ് ആയി തീർന്നു. നല്ല വിടുതലായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ്, ഒരു 1.5 ആഴ്ച കഴിഞ്ഞ് ഞങ്ങൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജായി വീണ്ടും ഭവനത്തിൽ വന്ന് ഒരു 6 മാസത്തോളം എൻ്റെ അമ്മ റെസ്റ്റ് ആയിരുന്നു. എങ്കിലും വീണ്ടും നല്ല ആരോഗ്യത്തോടെ ഇരുന്നു. പക്ഷേ ഓപ്പറേഷൻ ചെയ്തെങ്കിലും ട്യൂമർ പൂർണ്ണമായിട്ടെടുത്തില്ല. ഒരു 3/4% മാത്രമേ ആ ട്യൂമർ തലയിൽ നിന്ന് എടുത്തുള്ളൂ. ബാക്കി ട്യൂമർ തലയിൽ തന്നെയുണ്ട്. ഡോക്ടർമാർ പറഞ്ഞ് 2 വർഷത്തിനകം ഇത് വീണ്ടും വളർന്നു വരും. അപ്പോൾ അമ്മയ്ക്ക് വീണ്ടും ഡോക്ടർമാർ പറഞ്ഞൊരു കാലാവധി എന്ന് പറയുന്നത് 2 വർഷമാണ്. 2 വർഷം മാത്രമേ ജീവിച്ചിരിക്കത്തുള്ളൂ. അതിനു മുമ്പ് മകളുടെ കല്യാണമൊക്കെ കഴിച്ച് എങ്ങനെയെങ്കിലും മകളെ ഒരു കുടുംബമാക്കുക എന്നായിരുന്നു ഡോക്ടർ എന്ന് വെച്ചാൽ ഈ രാജു മോഹൻ സാറ് പറഞ്ഞ ഒരു കാര്യം. അദ്ദേഹത്തിന് ഞങ്ങളോട് വളരെ സ്നേഹമായിരുന്നു. ഞങ്ങളുടെ അവസ്ഥയെ കണ്ട് ഞങ്ങളോട് വളരെ സഹതാപമായിരുന്നു. ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ തന്നെയും പിന്നെ ഫ്രീ സമയങ്ങളിൽ എന്നെ കൊണ്ടുപോയി ഗുളിയൊക്കെ എടുത്തൊക്കെ തരുമായിരുന്നു. അങ്ങനെയൊക്കെ ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്ത സാറായിരുന്നു. ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. സൂപ്പർ സ്പെഷ്യാലിറ്റിയിലാണ് സാറ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഭവനത്തിൽ വന്ന് ഒരു 6 മാസം കഴിഞ്ഞ് വീണ്ടും നോർമലായി. എങ്കിലും അമ്മയ്ക്ക് അമ്മയുടെ കാര്യങ്ങൾ മാത്രം ഇച്ചിരിയൊക്കെ ചെയ്യാൻ പറ്റും. ബാക്കി കാര്യങ്ങളൊന്നും വീട്ടുകാര്യങ്ങൾ ചെയ്യാനോ അതിനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും ഇത്രയും നാൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഡോക്ടർമാർ 2 വർഷം കാലാവധി പറഞ്ഞെങ്കിലും ഒരു 17 വർഷം വരെ ജീവിച്ചിരിക്കാനായിട്ട് എൻ്റെ ദൈവം എൻ്റെ അമ്മയ്ക്ക് വേണ്ടി അത്ഭുതം ചെയ്ത്. അതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത്. കഴിഞ്ഞ ഈ ജൂൺ 1 എൻ്റെ അമ്മ മരണപ്പെടുന്നത്. അതുവരെയും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. എൻ്റെ വിവാഹം കാണുവാനായിട്ട് ഇടയായി, എൻ്റെ 2 മക്കളെ കാണുവാനായിട്ടിടയായി. അതൊക്കെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത വലിയൊരു അത്ഭുതമായിരുന്നു. ഏകാന്ത വഴികളിൽ ഏക ആശ്രയമായി ദൈവം മാത്രം എന്ന് വിശ്വസിച്ച് ചുവടുകൾ വച്ച വിജിയുടെ നാവിൽ ഇന്ന് ദൈവത്തോടുള്ള നന്ദിയാണ്.
ഏത് രോഗാവസ്ഥയിൽ കൂടി കടന്നു പോയാലും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം വിടുവിപ്പാൻ ദൈവം ശക്തനായ ദൈവമാണ്. എൻ്റെ ഒരു കാര്യം കൂടെ, എൻ്റെ ഒരു അനുഭവം കൂടെ, അതായത് ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരു അത്ഭുതം കൂടെ എനിക്ക് പറയാനുണ്ട്. 2012 ഞാൻ എൻ്റെ ഇളയ മകനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയിലാണ്. എൻ്റെ ഭർത്താവ് പെയിൻറ്റിൻ്റെ ജോലിക്കാണ് പോകുന്നത്. പിന്നെ 2012 ഞാൻ ഇളയ മകനെ പ്രഗ്നൻ്റ് ആയപ്പോഴത്തേക്ക് വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയി. എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് ഒത്തിരി ഞങ്ങൾ ഞെരുങ്ങിയ ഒരവസ്ഥയായിരുന്നു. നന്നായിട്ട് ഭക്ഷണം കഴിക്കാമെന്ന്, നമ്മളിപ്പോൾ ഒരു കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് ആഹാരം കഴിക്കണം, എനിക്കുള്ളതും കഴിക്കണം, കുഞ്ഞിനും കൂടെ ആയിട്ട് അധികമായ ആഹാരം കഴിക്കണം. അതുപോലെയൊന്നും കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നു പോയപ്പം എനിക്കറിയാമായിരുന്നു വെയിറ്റൊക്കെ നന്നായിട്ട് കുറയുമെന്ന്. ഒരു സ്കാനിങ്ങിൽ നന്നായിട്ട് ഒട്ടും വെയിറ്റില്ല, കുഞ്ഞിന് ഒട്ടും വെയിറ്റില്ല എന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ ഞാൻ ഭവനത്തിൽ വന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച്, നമുക്ക് ബൈബിളിലൊരു വാക്യം അറിയാമല്ലോ, ദാനിയേലിൻ്റെ പുസ്തകത്തിൽ യഹൂദ ബാലന്മാരെ ബാബേൽ സംസ്ഥാനത്തിൽ ബാബേൽ എന്ന സ്ഥലത്ത് അടിമകളായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടെ രാജാവിൻ്റെ ഭോജനം ആ യഹൂദ ബാലന്മാർക്ക് കൊടുത്ത്, ശദ്രക്കിൻ്റെ മേശക് അബേദ്നെഗോ എന്ന ബാലന്മാർക്ക് പിന്നെ അന്നത്തെ രാജാവിൻ്റെ ഭോജനം കൊടുത്തു. പക്ഷേ അവർ ആ ഭോജനം കഴിച്ചില്ല, രാജഭോജനം കഴിച്ചില്ല. അതിൽ വീഞ്ഞുള്ളത് കൊണ്ട് അവർ ആ രാജഭോജനം കഴിക്കാതെ അവർ ഇങ്ങനെ അവരെ നോക്കിയ ഷണ്ണാധിപനോട് അവർ പറഞ്ഞ്, ഞങ്ങൾക്ക് പച്ച വെള്ളവും ശാഖപദാർത്ഥവും തന്നിട്ട് ഞങ്ങളെ പരീക്ഷിച്ച് നോക്കാൻ പറഞ്ഞു. എന്നാൽ 10 ദിവസത്തേക്ക് അവർ ആ ഭക്ഷണം കഴിച്ചിട്ടാണ് പിന്നെ അവരെ രാജാവിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ മേൽ വന്നതുകൊണ്ട് അവർ അവരോടൊപ്പം പിന്നെ രാജാവിൻ്റെ ഭോജനം കഴിച്ച ആ വ്യക്തികളെ എല്ലാവരെയും ചേർത്ത് നിർത്തുമ്പോഴത്തേക്ക് ഈ യഹൂദ ബാലന്മാർ നല്ല അഴകുള്ളവരും കാണാൻ നല്ല പുഷ്ടിയുള്ളവരായി തീർന്നു. അതുപോലെ ഞാൻ എൻ്റെ ഉദരത്തിൽ ഇങ്ങനെ കൈവച്ച് പറയുമായിരുന്നു, ദൈവമേ, എനിക്ക് നല്ല ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ദൈവ സാന്നിധ്യം എൻ്റെ ഉദരത്തിൽ വന്നാൽ, ദൈവത്തിൻ്റെ ശക്തി എൻ്റെ ഉദരത്തിൽ വ്യാപരിച്ചാൽ എൻ്റെ കുഞ്ഞ് അസാധാരണമായ നല്ലൊരു കുഞ്ഞായി തീരും, മറ്റു കുഞ്ഞുങ്ങളെക്കാൾ നല്ല പുഷ്ടിയുള്ള കുഞ്ഞായി തീരുമെന്ന് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ച് ഞാനിങ്ങനെ പോകുമായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുത്തില്ല. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു 7-7.5 മാസം ആയപ്പോഴത്തേക്ക് 8 മാസം അടുപ്പിച്ച് വരുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്തൊക്കെയും എൻ്റെ കൂടെ വരാനായിട്ട് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. കാരണം എൻ്റെ ഈ മൂത്ത മകൻ ഒരു 1-1.5 വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ. എൻ്റെ ഭർത്താവ് ജോലിക്ക് പോകും, കാരണം ജോലിക്ക് പോയെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ജീവിതം ഓരോ ദിവസവും കഴിഞ്ഞ് പോകത്തുള്ളൂ. പിന്നെ അമ്മയെന്ന് വെച്ചാൽ, ഞാൻ അമ്മയുടെ കാര്യം പറഞ്ഞല്ലോ, അമ്മ ഒരു രോഗിയാണ്, പൂർണ്ണമായിട്ട് ആ ട്യൂമർ മാറിയിട്ടില്ല, ചെറിയ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ എൻ്റെ മൂത്ത മകനെ അമ്മയാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്നത്. 7-8 മാസത്തിൽ ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഒരു സ്കാൻ ചെയ്ത് അവിടെ കൊണ്ടുവന്ന് കാണിച്ചപ്പോഴത്തേക്ക് ഡോക്ടർമാർ എൻ്റെ സ്കാൻ റിസൾട്ട് കണ്ടിട്ട് പറഞ്ഞത് പിന്നെ ഒരു നോർമൽ ഡെലിവറിക്ക് ഒരു സാധ്യതയുമില്ല. കാരണം പ്ലാസൻ്റെ മറവിള്ള താഴെയായി ക്ലോസ്ഡ് ആയെന്ന് വെച്ചാൽ പ്ലാസൻ്റെ താഴെയായി നോർമലായ ഒരു കുഞ്ഞ് പ്രസവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാധ്യതയില്ല, ക്ലോസ് ആയിപ്പോയെന്ന്. അത് സ്ത്രീകൾക്ക് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. പ്ലാസൻ്റെ പ്രീവിയായി എന്ന് വെച്ചാൽ അത് ക്ലോസ് ആയി, കുഞ്ഞ് പുറത്ത് വരാൻ ഒരു സാധ്യതയില്ല, അതുകൊണ്ട് സിസേറിയൻ തന്നെ വേണ്ടി വരുമെന്ന്. എൻ്റെ റിസൾട്ട് കണ്ടിട്ട് അപ്പോഴും തന്നെ ഡോക്ടർ എനിക്ക് അഡ്മിറ്റിന് എഴുതിയിട്ട് പറഞ്ഞ് ഉടനെ തന്നെ സിസേറിയൻ വേണം, വേഗം ബ്ലഡിൻ്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കണം, ആരാണ് കൂടെ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ്. ഈ റിസൾട്ട് കണ്ടപ്പോഴത്തേക്ക് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു. കാരണം എൻ്റെ കൂടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. അഡ്മിറ്റിനുള്ള ഒരു ഇതുമായിട്ടല്ല, സജ്ജീകരണത്തോടു കൂടിയല്ല ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത്. അങ്ങനെ ഞാനിങ്ങനെ ഡോക്ടറോട് ഞാൻ തന്നെ പറഞ്ഞ്, ഞാൻ തനിച്ചാണ് വന്നത്, എൻ്റെ കൂടെ ആരുമില്ല, അഡ്മിറ്റ് ചെയ്യാനായിട്ട് ഒരു സാധ്യത എനിക്കില്ല, എനിക്കൊരു മൂത്ത മകൻ, ഒരു 1.5 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട്, അവനെ നോക്കാൻ വേറെ ആരുമില്ല, അപ്പോൾ എനിക്ക് എന്തായാലും വീട്ടിൽ പോകണം, വീട്ടിൽ പോയിട്ട് പിന്നെ ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കേസ് ഷീറ്റിൽ അഡ്മിറ്റെന്ന് എഴുതിയ ആ സ്ഥാനത്ത് ലേഡി ഡോക്ടറാണ്. ഡോക്ടർ പറഞ്ഞ് 2 ആഴ്ചത്തേക്ക് വിജിയുടെ പെർമിഷനോട് ഞങ്ങൾ പറഞ്ഞിട്ട് പോകുന്നതല്ല, വിജി സ്വന്തമായിട്ട് ഇവിടെ നിന്ന് പോകുന്നതാണ് എന്നുള്ള രീതിക്ക് ആ കേസ് ഷീറ്റിൽ എഴുതിയിട്ട് എന്നോട് പറഞ്ഞു, ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ അപ്പോഴും തന്നെ വേഗം ആ സ്പോട്ടിൽ ഇവിടെ എത്തണം. കാരണം 2 ആഴ്ചയാണ് റെസ്റ്റ് എടുക്കാനാണ് വിടുന്നത്, ജോലിയൊന്നും ചെയ്യരുത്, വീട്ടിൽ പോയി പൂർണ്ണ റെസ്റ്റ് ആയിരിക്കണം, ഇതിന്
ബ്ലീഡിങ്ങിനിടയിൽ എന്തെങ്കിലും ഒരു പ്രയാസം, ബ്ലീഡിങ് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായി അപ്പോഴും തന്നെ ഹോസ്പിറ്റലിൽ എത്തണമെന്ന് പറഞ്ഞ് എന്നെ വീട്ടിലേക്ക് വിടാനായിട്ടിടയായി. ദൈവത്തിൻ്റെ സഹായത്താൽ എനിക്ക് ഇത് കേട്ടപ്പോൾ ഒത്തിരി ഭാരം തോന്നി, പ്രയാസം തോന്നി. കാരണം ഞാൻ നോർമൽ ഡെലിവറിയാണ് ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, സിസേറിയൻ ചെയ്താൽ എന്നെ അതുപോലെ നോക്കാൻ ആൾ വേണം. എൻ്റെ വീട്ടിൽ ആരുമില്ല. മാതാവിൻ്റെ അവസ്ഥ എങ്ങനെയാണ്, സാമ്പത്തികമായി ഞങ്ങൾ ഒരുപാട് പിന്നോക്കം നിൽക്കുന്നു. ഞങ്ങൾക്ക് അതുപോലൊരു അവസ്ഥ, സാമ്പത്തികമായൊരു ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെ ഞാൻ ഈ ബസ്സിൽ കയറി വീട്ടിലെത്തുന്നിടം വരെ, അതായത് ബസ് സ്റ്റോപ്പിൽ എത്തുന്നിടം വരെ ഞാൻ ഒരുപാട് കരഞ്ഞ് ദൈവത്തോട് ഒരുപാട് പ്രാർത്ഥിക്കാനായിട്ടിടയായി. ദൈവമേ, ദൈവത്തെ കൊണ്ട് അസാധ്യമായ ഒരു കാര്യമില്ല, എനിക്ക് നോർമൽ ഡെലിവറി ചെയ്യുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ഞാൻ ഭവനത്തിൽ വന്ന് പിറ്റേന്ന് ഞായറാഴ്ച ദിവസം ഞാൻ പള്ളിയിൽ പോയി എൻ്റെ സാക്ഷ്യം പറഞ്ഞു. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇതാണ് എൻ്റെ ഒരു അവസ്ഥ. ഇങ്ങനെ 2 ആഴ്ച കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കതിന് താല്പര്യമില്ല, എനിക്കതിന് ആഗ്രഹമില്ല. അപ്പോൾ ഒരു നോർമൽ ഡെലിവറിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പള്ളിയിൽ പറഞ്ഞ് ഭവനത്തിൽ വന്ന് 2 ആഴ്ചയായി എനിക്ക് ബ്ലീഡിംഗ് ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഞാൻ അപ്പോഴൊക്കെ ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കും, വചനം വായിക്കാറുണ്ട് ഇടയ്ക്കല്ല, നന്നായിട്ട് വചനം വായിക്കും, ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കും. എപ്പോഴും ദൈവസന്നിധിയിൽ മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് ആ സാഹചര്യത്തിലൊക്കെ ദൈവം എന്നെ ഇടയാക്കി. പെട്ടെന്ന് എനിക്കൊരു വചനം തന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ, വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ എന്നെണ്ണുകയാൽ പ്രായം തികഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. ഈ വചനം എനിക്ക് അങ്ങനെ എൻ്റെ ചിന്തയിൽ ഇതുവരെ വന്നിട്ടില്ല, ഞാൻ വായിച്ചിട്ടുമില്ല. എന്നാൽ നമുക്ക് അബ്രഹാമിനെ കുറിച്ച് അറിയാം. അബ്രഹാമിനും സാറായ്ക്കും, അബ്രഹാമിന് 100 വയസ്സും സാറായ്ക്ക് 90 വയസ്സും ആയപ്പോഴാണ് കുഞ്ഞുങ്ങൾ ദൈവം വാഗ്ദത്തം ചെയ്ത ഇസഹാക്ക് ജനിക്കുന്നത്. അത് നമുക്ക് നോർമലായിട്ട് അറിയാം. ഞാൻ അതിന് വലിയൊരു പ്രാധാന്യം കൊടുത്തില്ല. കാരണം വെച്ചാൽ നമുക്ക് ഇങ്ങനെ നമ്മളെ കുഞ്ഞുനാൾ മുതലേ കേൾക്കുന്നൊരു വചനമാണല്ലോ. 100 വയസ്സായ അബ്രഹാമിനും 90 വയസ്സായ സാറായ്ക്കും കുഞ്ഞുണ്ടായി. അവർക്ക് ഇസഹാക്ക് എന്നൊരു മകനെ ലഭിച്ചു. പക്ഷേ ഇതെങ്ങനെയാണെന്ന് എനിക്ക് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് ദൈവാത്മാവ് എന്നോട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായി. വിശ്വാസത്താൽ സാറ വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്ന് എണ്ണുകയാൽ പ്രായം തികഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചെന്ന്. അപ്പോൾ അതിലൊരു ശക്തി വ്യാപരിച്ചു. അത്രയും പ്രായമായൊരു സ്ത്രീ പ്രസവിക്കണമെങ്കിൽ അസാധാരണമായൊരു ശക്തി ആ സ്ത്രീയിൽ വ്യാപരിച്ചത് കൊണ്ടാണെന്ന് എനിക്ക് ഇടയായി. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് സാറ എന്ത് ചെയ്തത്, പ്രസവിച്ചത്. നമുക്ക് മാനുഷികമായിട്ട് ചിന്തിച്ചാൽ 90 വയസ്സായൊരു സ്ത്രീ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, പ്രസവിക്കത്തില്ല. ആ സ്ത്രീയുടെ എല്ലാ ശരീരഭാഗങ്ങളെല്ലാം നിർജീവത്വമാണ്. കാരണം ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനുള്ള ഒന്നും ഇല്ല. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് ആ പ്രസവം നടന്നതെന്നും ഒരു കുഞ്ഞിനെ അവർക്ക് ലഭിച്ചതെന്നും എനിക്ക് മനസ്സിലാക്കാൻ ഇടയായപ്പോഴത്തേക്കും ഈ വാക്യം ഞാൻ ഏറ്റെടുത്ത്, വിശ്വാസത്താലുള്ള ഒരു വാക്യം, വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ എന്നെണ്ണുകയാൽ പ്രായം തികഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു എന്ന ആ വാക്യം ഞാൻ ഏറ്റെടുത്തിട്ട് ആ വാക്യം ഞാൻ പറയാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ആ വാക്യം ഞാൻ പറയും. എൻ്റെ ഉദരത്തിൽ കൈവച്ചിട്ട് ഞാൻ പറയാം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ ഉദരത്തിൽ വ്യാപരിക്കട്ടെ. ദൈവാത്മാവിൻ്റെ ശക്തി, ആ ഡോക്ടർമാർ പറഞ്ഞ് എനിക്കൊരു നോർമൽ ഡെലിവറി ഉണ്ടാകത്തില്ല, എന്നാൽ ദൈവാത്മാവിൻ്റെ ശക്തിയാൽ ഇപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ പൊസിഷൻ ഏത് ഭാഗത്താണ് അത് മാറി, അല്ലെങ്കിൽ മറവിള്ള താഴെയായെന്ന് പറയുന്ന അത് ഈ സമയത്ത് അല്ലെങ്കിൽ ഈ മാസത്തിൽ അത് ഏത് ഭാഗത്താണ് പോകേണ്ടത് ആ ഭാഗത്തേക്ക് അത് മാറിപ്പോകട്ടെ എന്ന് ഞാൻ വിശ്വാസത്തോടെ പറയുമായിരുന്നു. ദൈവത്തിൽ കൂടുതൽ പ്രാർത്ഥിക്കുകയും ഈ വാക്യം തന്നെ എപ്പോഴും ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞു, 1 മാസമായി. എങ്കിലും എനിക്ക് ബ്ലീഡിങ് ഉണ്ടാകാത്തത് കൊണ്ട് എനിക്ക് വലിയൊരു ധൈര്യമായിരുന്നു. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. ദൈവശക്തി എൻ്റെ മേൽ വ്യാപരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എൻ്റെ മേലുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. മനസ്സിലാകാൻ കാരണം വെച്ചാൽ ബ്ലീഡിങ് എനിക്ക് ഉണ്ടായില്ല, വേറെ പ്രയാസങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഞാൻ പൂർണ്ണമായിട്ട് ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവശക്തി എൻ്റെ മേൽ വ്യാപരിക്കുന്നു. ആ ദൈവത്തിൻ്റെ ശക്തിയാൽ എൻ്റെ പൈതൽ നോർമലായി തീരട്ടെ. എനിക്ക് സുഖപ്രസവത്തിനുള്ളൊരു അതിനുള്ളൊരു അവസരം ദൈവം എനിക്ക് ഒരുക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ച് പിന്നെ ഞാൻ പോകുന്നൊരു 9-ാം മാസത്തിലാണ്. 9-ാം മാസത്തിലാണെങ്കിലും ഞാൻ സ്വയമായിട്ട് പോയതല്ല, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് എനിക്ക്
പ്രസവത്തിനുള്ള അല്ലെങ്കിൽ ഡെലിവറിക്കുള്ള ഒരു സമയമാകുമ്പോൾ പെയിൻ വരുമ്പോഴത്തേക്ക് എനിക്ക് പോയാൽ മതി ദൈവമേ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഫാമിലി അവർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് അവർക്കൊരു വാഹനമുണ്ട്. ആ വാഹനത്തിൽ പോകാനായിട്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി വരുന്നുണ്ടോ, ഞങ്ങൾ പോവുകയാണ്, ഞങ്ങളോടൊപ്പം ചേച്ചിക്ക് വരാമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ OP ദിവസമായിരുന്നു. അങ്ങനെ ഞാൻ അവരോടൊപ്പം അവരെ കൂടെ പോയി. അവർ മെഡിക്കൽ കോളേജിലും പോയി, ഞാൻ SITയിലും പോയി. അവിടെ ചെന്ന് OP ടിക്കറ്റ് എടുത്ത് എൻ്റെ ക്യാഷ് ഷീറ്റ് എല്ലാം എടുത്ത് ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചപ്പോഴത്തേക്ക് അവരെൻ്റെ ക്യാഷ് ഷീറ്റ് കണ്ടിട്ട് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞ്, തനിക്ക് ബോധമില്ലേ എന്ന് വരെ ചോദിച്ചു. തനിക്ക് ഇത്രയും നാളായിട്ട് ഒന്നും സംഭവിച്ചില്ലേ എന്ന് ചോദിച്ചതിന് ഒരുപാട് വഴക്ക് പറഞ്ഞു. തനിക്ക് കുഞ്ഞ് വേണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് പോട്ടെ, തൻ്റെ ജീവനെങ്കിലും തനിക്ക് രക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. 7-8 മാസത്തിൽ സിസേറിയത്തിന് ഇട്ട ഇയാൾ ഇത്രയും കഴിഞ്ഞ് 9ാം മാസത്തിലാണ് വരുന്നത്, ഇത്രയും ദിവസം എവിടെയായിരുന്നെന്ന് ചോദിച്ചുകൊണ്ട് എന്നെ വഴക്ക് പറയാനായിട്ട് ഒന്നുമില്ല. എന്നിട്ട് പറഞ്ഞ് അപ്പോഴേ ഒരുപാട് പേര് അവിടെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ വന്ന് നിൽക്കുന്നവരുണ്ട്. അവരെല്ലാം എന്നെ കണ്ടിട്ട് എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല സങ്കടമുണ്ട്. കാരണം വെച്ചാൽ എൻ്റെ ജീവിത സാഹചര്യം അങ്ങനെ ആയിരുന്നു. സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു, കൂടെ നിൽക്കാൻ ആരുമില്ല, വേഗത്തിൽ ഓടിച്ചെന്ന് എനിക്കിപ്പോൾ എല്ലാവരും പോകുന്നത് പോലെ ഹോസ്പിറ്റലിൽ ഓടി പോകാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. പക്ഷേ ആ സാഹചര്യത്തിലും എനിക്ക് ദൈവ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമെന്ന് പറയുന്നത്. ദൈവ സാന്നിധ്യം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർമാരെന്നെ വഴക്ക് പറഞ്ഞെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവർ പറഞ്ഞ്, എന്തായാലും വിജി വേഗം പോയി സ്കാൻ ചെയ്ത് കാണിക്കുക. അപ്പോഴും ഞാൻ ഡോക്ടറോട് ഇങ്ങനെ പറയാൻ പോയത്, ഞാൻ തനിച്ചാണ് വന്നത്, എൻ്റെ കൂടെ ആരുമില്ല എന്ന് പറയാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞ്, വിജിയെ ഞങ്ങളടുത്ത് ഇനി ഒന്നും പറയണ്ട, ഇന്ന് ഇവിടെ നിന്ന് പോയാൽ ഇനി ഇങ്ങോട്ട് പ്രസവത്തിനായിട്ട് വരണ്ട, വേറെ ഏതെങ്കിലും ഹോസ്പിറ്റൽ നോക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്കൊന്നും പറയാനില്ല. ഞാൻ പിന്നെ പുറത്തിറങ്ങി എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച്, ഹസ്ബൻഡ് ജോലിക്ക് പോയിരുന്നു എങ്കിലും ഞാൻ വിളിച്ചിങ്ങനെ പറഞ്ഞ്, ഞാനിങ്ങനെ അഡ്മിറ്റാണ്, ഞാനൊന്നും കൊണ്ടുവന്നില്ല, അഡ്മിറ്റാണ്, വേഗം സ്കാൻ ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ അച്ഛൻ വേഗം വന്നു. വേഗം എന്ന് വെച്ചാൽ ഒരു വൈകിട്ടായി. എൻ്റെ കയ്യിൽ സ്കാൻ ചെയ്യാനുള്ള സാമ്പത്തികം ഇല്ലായിരുന്നു. അതിനു വേണ്ടിയല്ലല്ലോ ഞാൻ പോയത്, അങ്ങനെ ആകുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. പക്ഷേ എൻ്റെ ഭർത്താവ് വന്നതിന് ശേഷമാണ് എനിക്ക് സ്കാൻ ചെയ്യാൻ കഴിഞ്ഞത്. മെട്രോ സ്കാൻ സെൻറ്ററിൽ ചെന്ന് അവിടെ പോയപ്പോഴത്തേക്ക് ക്യാഷ് നമ്മൾ ആദ്യമേ അടച്ചെങ്കിൽ മാത്രമേ സ്കാൻ ചെയ്യത്തുള്ളൂ. എൻ്റെ ഹസ്ബൻഡ് വന്നപ്പോൾ 5 മണി കഴിഞ്ഞു. ക്യാഷ് കൊണ്ടുവന്ന് അടച്ച് എനിക്ക് ഒരു 7:30 മണിയായപ്പോഴത്തേക്കാണ് എൻ്റെ സ്കാനിങ്ങിന് സമയമായത്. അങ്ങനെ സ്കാനിങ്ങിന് കയറ്റി എൻ്റെ പഴയ സ്കാനിങ് കണ്ട് സ്കാൻ ചെയ്ത ഡോക്ടർ സാറിങ്ങനെ ചോദിച്ചു, ഇങ്ങനെ പ്ലാസൻ്റ പ്രീവി ആയിരുന്നല്ലേ, വേറെ വിഷമമൊന്നും ഉണ്ടായില്ലേ, ബ്ലീഡിംഗ് ഒന്നും ഉണ്ടായില്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അല്ല, ഇയാൾക്ക് സിസേറിയൻ ഇങ്ങനെ 8ാം മാസത്തിൽ എഴുതിയിരുന്നു, അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ കാര്യം പറഞ്ഞ് എനിക്ക് വേറെ പ്രയാസമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ വന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ സ്കാൻ ചെയ്തപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കാൻ സെൻറ്ററിൽ ചെന്ന സമയം മുതലും ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട്, ദൈവമേ എനിക്കൊരു പൂർണ്ണമായൊരു വിടുതലുണ്ടാകണം, നോർമൽ ഡെലിവറി ആയിരിക്കണം, സിസേറിയന് പറയരുതേ ദൈവമേ എന്ന് ഞാൻ ദൈവത്തോട് ഒരുപാട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു, കുഴപ്പമില്ല, നോർമലാണ്, കുഞ്ഞിൻ്റെ പൊസിഷനൊക്കെ മാറിയിട്ടുണ്ട്, പ്ലാസൻ്റ അത് മാറി, അത് ഇപ്പോൾ ഈ മാസത്തിൽ ഈ സമയത്ത് അത് എങ്ങനെയാണ് ഇരിക്കേണ്ട ആ പൊസിഷനിലോട്ട് മാറിയിട്ടുണ്ട്, നോർമലായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് വളരെയേറെ സന്തോഷം തോന്നി. ദൈവത്തിന് ഞാൻ ഒരുപാട് മനസ്സുകൊണ്ട് നന്ദി പറഞ്ഞു. യേശുവിൻ്റെ സാന്നിധ്യം എന്നോട് കൂടെ ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ മേൽ വ്യാപരിച്ചത് കൊണ്ടാണ് ഈ ഒരു അത്ഭുത പ്രവൃത്തി നടന്നതെന്ന് ഞാൻ അവിടെ ഇരുന്ന് ആരോടും പറഞ്ഞില്ലെങ്കിലും ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു, ഒരുപാട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ ആ സാറിനോട് ഞാൻ ചോദിച്ചു, സാർ എന്തായിരിക്കും ഇനി സിസേറിയൻ വേണ്ടി വരും, അതേ നോർമൽ ഡെലിവറിക്ക് എനിക്ക് പറ്റുമോ? അപ്പോൾ സാർ പറഞ്ഞു, അത് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ല വിജി, അത് ദൈവമല്ലേ തീരുമാനിക്കുന്നത്, സിസേറിയനും സുഖപ്രസവമൊക്കെ ദൈവമാണ് തീരുമാനിക്കുന്നത്. എന്തായാലും വിജി പ്രാർത്ഥിക്കും, ദൈവം എത്രത്തോളം സഹായിച്ചില്ലേ, വേഗം ഈ റിസൾട്ട് കൊണ്ടുവന്ന് ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു, കാഷ്വാലിറ്റിയിൽ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വേഗത്തിൽ റിസൾട്ട് കൊണ്ടുവന്ന് കാഷ്വാലിറ്റിയിൽ കാണിച്ചു.
കാണിച്ചപ്പോഴത്തേക്ക് ഡോക്ടർമാർ കണ്ടിട്ട് പറഞ്ഞ കുഴപ്പമില്ല, നോർമലായിട്ടുണ്ട്. അന്നേരം എന്നെ അന്ന് പകൽ വഴക്ക് പറഞ്ഞവരൊക്കെല്ലാം അത്ഭുതമായി, നോർമലായിട്ടുണ്ട്, എന്തായാലും ഇനി വിജിക്ക് നോർമൽ ഡെലിവറി ആയിരുന്നല്ലോ ആഗ്രഹം, അത് തന്നെ നടക്കട്ടെ, വാർഡിലേക്ക് പോകാൻ പറഞ്ഞു. അപ്പം ഞാൻ എനിക്ക് ചെറിയൊരു വേദനയുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നെ ലേബർ റൂമിലോട്ട് മാറ്റി. അവിടെ നിന്ന് അന്ന് മുഴുവനും അന്ന് ഒരു ദിവസം ഫുള്ള് ഞാൻ അവിടെ നിന്നിട്ടും വേറെ പ്രയാസമൊന്നും ഉണ്ടാകാത്തത് കൊണ്ട് വീണ്ടും വാർഡിലോട്ട് മാറ്റി ഞാൻ ഒരു ആഴ്ച വരെ വാർഡിൽ നിന്ന്. അപ്പോഴത്തേക്ക് എൻ്റെ ഭവനത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. കാരണം കുഞ്ഞാണ്, എൻ്റെ മൂത്ത മകൻ 1.5 വയസ്സ് മാത്രമേ ഉള്ളൂ. എൻ്റെ മാതാവിനെ അവനെ നന്നായിട്ട് നോക്കാനോ, കാരണം എൻ്റെ മാതാവ് രോഗിയാണ്, ആ രോഗത്തിലും ദൈവം അവരെ നടത്തുന്നു. അപ്പം വീട്ടുകാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ എൻ്റെ മാതാവിനെ കൊണ്ട് കഴിയത്തില്ല. പിന്നെ ഒരാഴ്ച വരെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ജോലിക്ക് പോകാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പകൽ മുഴുവനും ഞാൻ ഒറ്റയ്ക്കാണ് ആ ഹോസ്പിറ്റലിൽ നിൽക്കുന്നത്. വൈകിട്ട് എൻ്റെ ഒരു വലിയമ്മ വന്ന് എൻ്റെ കൂടെ വൈകിട്ട് കൂട്ടുകിടക്കും, രാവിലെ പോകും. അപ്പോൾ പകൽ മുഴുവനും ഞാൻ ഒറ്റയ്ക്കാണ് ഹോസ്പിറ്റലിനകത്ത്. ഞാൻ നോക്കുമ്പോൾ എല്ലാ പെൺകുട്ടികളോടും കൂടെ അവരുടെ അമ്മ, കുഞ്ഞമ്മ, സഹോദരങ്ങൾ എല്ലാവരും ഉണ്ട്. പക്ഷേ അതിനകത്ത് പുരുഷന്മാരെ കയറ്റി വിടത്തില്ല, അവരെ സന്ദർശന സമയത്ത് മാത്രമേ കയറ്റി വിടുള്ളൂ. സ്ത്രീകൾ ആരെങ്കിലും കൂടെ വേണം. പക്ഷേ എൻ്റെ കൂടെ ആരുമില്ല. അപ്പോഴും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച്, ആരുമില്ലെങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നോടൊപ്പം ഉണ്ടെന്ന് എനിക്ക് പൂർണ്ണമായൊരു ധൈര്യം ദൈവം നൽകി. എപ്പോഴും ദൈവാത്മാവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കും, ദൈവം എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഒരാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് ഡെലിവറി ഒന്നും ഉണ്ടാകാതായപ്പോഴത്തേക്ക് ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു. കാരണം സാമ്പത്തികമായും ബുദ്ധിമുട്ടായി, കുഞ്ഞിനെ നോക്കുന്ന എൻ്റെ മൂത്ത പേരിനെ നോക്കാൻ ആരുമില്ല. ആ ഒരു അവസ്ഥയായപ്പോൾ ഞാനിങ്ങനെ ഒരാഴ്ച ആയപ്പോഴത്തേക്കും ഞാനിങ്ങനെ ബാത്റൂമിൽ പോയിട്ട് പൈപ്പ് തുറന്ന് വെള്ളം പിടിച്ചിട്ട് ഡോറടച്ച് ഒരുപാട് അങ്ങ് കരഞ്ഞു ദൈവത്തോടും. അങ്ങ് ഒച്ചത്തിലങ്ങ് കരയാൻ തുടങ്ങി. ഒച്ചത്തിൽ കരഞ്ഞിട്ട് ഞാനിങ്ങനെ ദൈവത്തോട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, യേശുപ്പ, നാളെ എന്നൊരു ദിവസമുണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ ഞാൻ എൻ്റെ ഉദരത്തിൽ ചുമക്കത്തില്ല. ഇന്ന് തന്നെ ദൈവം എനിക്ക് പൂർണ്ണമായൊരു വിടുതൽ തരണം. എന്നിങ്ങനെ പറഞ്ഞു, നാളെ ഒന്നൊരു ദിവസമുണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ ഞാൻ എൻ്റെ ഉദരത്തിൽ ചുമക്കാൻ എനിക്കിനി വയ്യ, ഞാൻ മടുത്ത് എന്നിങ്ങനെ പറഞ്ഞ് ഒരു അരമണിക്കൂറായില്ല പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഡോറ് തുറന്ന് പുറത്ത് വന്ന് ഞാനിങ്ങനെ കുറച്ചങ്ങോട്ടൊക്കെ നടക്കുകയൊക്കെ ചെയ്തപ്പോഴത്തെ ഒരു അരമണിക്കൂറായില്ല. അതിന് മുമ്പേ എനിക്ക് വേദന തുടങ്ങി, പെയിൻ തുടങ്ങി, പ്രസവത്തിനുള്ള വേദന തുടങ്ങി. അങ്ങനെ എന്നിട്ട് ഞാൻ ചിന്തിച്ചു, എന്തായാലും വേദന വന്ന ഉടനെ ലേബർ റൂമിൽ പോയാൽ അവിടെ ഒരുപാട് ടെസ്റ്റാണ്, ഒരുപാട് നമ്മളെ നോക്കും, പരിശോധനയാണ്. എന്തായാലും അങ്ങനെ പോകുന്നില്ല. എന്തായാലും നന്നായിട്ട് വേദന വന്ന് ആ ഒരു ഡെലിവറി സമയം ആകുമ്പോഴത്തേക്ക് പോകാമെന്നോർത്ത് ഞാൻ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ഉച്ചയായപ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡ് ഭക്ഷണവും കൊണ്ടുവന്ന് അത് കഴിച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, എന്തായാലും ഇന്ന് എനിക്കൊരു വിടുതലുണ്ട്, അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കണം, എനിക്ക് വേദന തുടങ്ങിയെന്ന് പറഞ്ഞു. അങ്ങനെ വൈകിട്ടായപ്പോഴത്തേക്ക് എൻ്റെ വലിയമ്മ വന്നു. വലിയമ്മയോട് ഞാൻ പറഞ്ഞു, എന്തായാലും ഇന്ന് എനിക്കൊരു വിടുതലുണ്ട്, എനിക്കിങ്ങനെ വേദന തുടങ്ങിയെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 10 മണി വരെ, രാത്രി 10 മണി വരെ ഞാൻ ആ വേദന സഹിച്ച് ആ വാർഡിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് വേദന സഹിച്ച് 10 മണിക്ക് ശേഷം പിന്നെ എനിക്ക് ഒട്ടും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കിനി ലേബർ റൂമിലോട്ട് പോകാം, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞു. അപ്പോഴത്തന്നെ വേഗത്തിൽ ലേബർ റൂമിൽ സിസ്റ്റർ അടുത്ത് പറഞ്ഞ് ഞങ്ങളെ വേഗത്തിൽ അങ്ങോട്ടാക്കി. അവിടെ ചെന്ന് ഡോക്ടറിനെ കണ്ടിട്ട് പറഞ്ഞ് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, കിടക്കണമെന്ന് പറഞ്ഞ് വേഗത്തിൽ ഞാൻ ചെന്ന് കിടന്ന്. അങ്ങനെ എൻ്റെ അവസ്ഥ കണ്ട് ഓടി വന്ന് എന്നെ പരിശോധിച്ചപ്പോഴത്തേക്ക് കുഞ്ഞ് പുറത്ത് വരുന്ന ഒരു സാഹചര്യമാണ് ഡോക്ടർ കണ്ടത്. വേഗത്തിൽ എന്നെ പ്രസവ റൂമിലേക്ക് മാറ്റി. പെട്ടെന്ന് എൻ്റെ ഡെലിവറി നടന്നു. സുഖകരമായി കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ദൈവാത്മാവിൻ്റെ ശക്തിയാൽ ഒരു കുഞ്ഞിനെ പ്രസവിപ്പാൻ പരിശുദ്ധാത്മാവ് എനിക്ക് പ്രാപ്തി നൽകി. അതൊരു അത്ഭുതമാണ്. അതുപോലെ തന്നെ മറ്റൊരു അത്ഭുതം, വേഗം എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന് എന്നെ കാണിച്ചപ്പോഴത്തേക്ക് ഞാൻ ഭയപ്പെട്ടു പോയി. ഞാൻ ചിന്തിച്ച ദൈവമേ, ഇതൊരു ഭീകര ജീവിയാണ് എന്ന് ഞാൻ ചിന്തിച്ചു. കാരണം എന്ന് വെച്ചാൽ ഭയങ്കരമായ പുഷ്ടിയുള്ളൊരു കുഞ്ഞു, സാധാ ഒരു നോർമൽ കുഞ്ഞല്ല. തൂക്കം നോക്കിയപ്പോൾ കുഞ്ഞിൻ്റെ വെയിറ്റ് നോക്കിയപ്പോഴത്തേക്ക് 4.25 കിലോ തൂക്കം. അപ്പം ആ സമയത്ത് പ്രസവിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ തൂക്കമാണെങ്കിൽ ഒരു 2.5-3 കിലോ ഒക്കെ കാണത്തുള്ളൂ. 3.5 ആകത്തില്ല. അത്രയും വെയിറ്റുള്ള കുഞ്ഞിനെയാണെങ്കിൽ അവർ പ്രസവിക്കാൻ അനുവദിക്കത്തില്ല, അവർ സിസേറിയൻ ചെയ്യും. പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ വെയിറ്റ് എങ്ങനെയാണാവോ അവർ ഈ സ്കാനിങ്ങിൽ തെളിഞ്ഞില്ലേ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ കുഞ്ഞിൻ്റെ തൂക്കം നോക്കിയപ്പോൾ 4.25 കിലോ തൂക്കം, നല്ല പുഷ്ടിയുള്ളൊരു കുഞ്ഞ്, ആരോഗ്യമുള്ളൊരു കുഞ്ഞ്.
ഞാൻ തൻ്റെ കുഞ്ഞിനെ കണ്ട് അന്തം വിട്ട്, ഒരു 4, 5, 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ വലിപ്പമുണ്ട്. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഞാൻ ഒരു പ്രാവശ്യം ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ച്, യഹൂദ ബാലന്മാർ പച്ചവെള്ളവും ശാഖപദാർത്ഥവും കഴിച്ചിട്ട് അവർ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് അവരെ പരീക്ഷിച്ചപ്പോൾ അവർ മറ്റ് ബാലന്മാരെക്കാൾ ശ്രേഷ്ഠതയും അഴകും പുഷ്ടിയുള്ളവരായി കണ്ടതുപോലെ ഞാനും പ്രാർത്ഥിച്ചല്ലോ യേശോപ്പ, എൻ്റെ ഉദരത്തിൽ ഒരു പ്രാവശ്യം കൈവച്ച് എൻ്റെ കുഞ്ഞ് നല്ല പുഷ്ടിയുള്ളതായിരിക്കണം, നല്ല അഴകുള്ളതായിരിക്കണം എന്നൊക്കെ. അപ്പം ദൈവം നൽകിയ പുഷ്ടിയാണോ ഇത്രയും കിലോ? അപ്പോൾ ദൈവം എനിക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ രീതിയിൽ എൻ്റെ ദൈവം എന്നെ സഹായിച്ചു. ഞാൻ എത്രമാത്രം ദൈവത്തോട് പ്രാർത്ഥിച്ച്, എൻ്റെ ബലഹീനതകളിൽ തന്നെയാണ് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ചത്. എൻ്റെ ഇല്ലായ്മയിൽ തന്നെയാണ് ദൈവശക്തി എന്നോട് കൂടെ ഇരുന്നത്. ഒന്നും കഴിക്കാനില്ലാതിരുന്ന സ്ഥാനത്ത് മറ്റ് നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ട് വന്ന് ഡെലിവറി ചെയ്തവരുടെ കുഞ്ഞിൻ്റെ പുഷ്ടിയേക്കാൾ അധികമായ പുഷ്ടി എൻ്റെ കുഞ്ഞിനുണ്ടായിരുന്നു. ഇത്രയും പുഷ്ടി ഉള്ളത് കൊണ്ട് അവരെല്ലാ ടെസ്റ്റും ചെയ്ത് എന്തെങ്കിലും രോഗമുണ്ടോ എന്ന്, പക്ഷേ ഒരു രോഗവും എൻ്റെ കുഞ്ഞിനുണ്ടായിരുന്നില്ല, നോർമലായിരുന്നു. അങ്ങനെ ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം ചെയ്തു. എൻ്റെ പ്രസവ സമയം മുതൽ ഡെലിവറി വരെയും ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ തന്നെയാണ് ഞാൻ ആ കുഞ്ഞിനെ പ്രസവിപ്പാനായിട്ടിടയായത്. ദൈവശക്തി എൻ്റെ മേൽ വ്യാപരിച്ച് ഇന്ന് ഞങ്ങൾ സന്തോഷത്തോടെ ആയിരിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ജീവിക്കുന്നു. ഞങ്ങളുടെ കുടുംബമായി എനിക്ക് 2 പൈതങ്ങളുണ്ട്. എൻ്റെ മാതാവ് കഴിഞ്ഞ ജൂണിൽ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ഞങ്ങൾ സന്തോഷത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നു. എനിക്ക് എൻ്റെ സാക്ഷ്യം കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാലും നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് രോഗമാണോ, പ്രയാസമാണോ, ദുഃഖമാണോ, സാമ്പത്തികമായ ഞെരുക്കമാണോ, ഏതവസ്ഥയിൽ കൂടി കടന്നു പോയാലും നമ്മൾ ദൈവത്തെ ആത്മാർത്ഥമായി വിശ്വസിച്ച് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ടാകും. ഈ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിപ്പാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ഇന്നുവരെയും ദൈവം നടത്തിയ ദൈവത്തിന് സകല മഹത്വവും സകല നന്ദിയും കരയേറ്റുന്നു. കണ്ണുനീർ ദിനങ്ങളിൽ നിന്ന് കരുണാർദ്രമായ യേശുവിൻ്റെ സ്നേഹത്താൽ ആർജിച്ച മനോധൈര്യവുമായി ഇന്ന് വിജി യേശുവിൻ്റെ മകളായി അനേകരോട് സുവിശേഷ സന്ദേശം കൈമാറുകയാണ്.